തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതം ബാല്യം ഒരുപാട് ക്രൈസിസിലൂടെ കടന്നുപോയ ജീവിതമായിരുന്നു. അനാഥത്വമായിരുന്നു ജീവിതത്തിൽ മുഴുവൻ. 14 വയസ്സുള്ളപ്പോൾ തന്നെ അമ്മയും അപ്പനും നഷ്ടപ്പെട്ടു പോവാം. ഒരു അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയുടെ സങ്കടം അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥശാലയിൽ ചെല്ലണം. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാകുലങ്ങൾ എന്നുള്ളത് പറഞ്ഞാൽ തീരില്ല. അത്രയും സങ്കടമാണ് അവർക്കൊക്കെ. ഇതിൻ്റെ ഒരു നല്ല തോതിൽ ഈ പുണ്യവാനും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. 14 വയസ്സിൽ തന്നെ അപ്പനും അമ്മയും കൈവിട്ടു പോവുക, സാമ്പത്തികമായ ഭദ്രതയൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിക്കുക, കണ്ടുമുട്ടുന്നവരൊക്കെ ഇങ്ങനെ അപ്പനും അമ്മയും ഇല്ലാത്തവെന്ന് പറഞ്ഞ് കളിയാക്കുക, ഇങ്ങനെയൊക്കെ ക്രൈസിസ് ആയിരുന്നു അവന്. പക്ഷേ ഒരു ദിവസം ഒരു വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത്, 14 വയസ്സുള്ള സമയത്ത് ഒരു ട്രക്സ് അടിച്ച് തെറിച്ചു പോണ സമയത്ത് അർദ്ധബോധത്തിൽ കിടക്കുമ്പോൾ കാരൽ വൈറ്റിവ എന്ന് പറയുന്ന ഇപ്പോൾ വിശുദ്ധനായിരിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, എനിക്ക് ആരുമില്ല, എനിക്ക് അമ്മ, നീ ഒന്ന് വരൂ എൻ്റെ കൂടെ. ഈ റൂട്ടിൽ എന്നെ എടുത്തുകൊണ്ടുപോകാൻ ആരും ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. പകുതി ബോധം എനിക്ക് നഷ്ടപ്പെടുക. നാളത്തെ പ്രഭാതം കാണുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കരഞ്ഞിട്ട് അവൻ ആ പ്രഭാതത്തിൽ ഈ ഒരു അപകടം നടന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കാം മാതാവിൻ്റെ അടുത്ത്. മാതാവിൻ്റെ വലിയ മാധ്യസ്ഥം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അനുഭവിച്ചു എന്ന് പറയണം. അനുഭവിക്കേണ്ടത് ഇങ്ങനെയാണ്. ആരും വരാത്ത ആ വഴിയിലൂടെ ആ സമയത്ത് ആരോ വന്ന് ഇവനെടുത്ത് കൊണ്ടുപോവുക, ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവന് ശുശ്രൂഷിക്കണു, ജീവിതത്തിലേക്ക് വരണം. അച്ഛനാവണതിൻ്റെ തലേദിവസം ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മേ, നിനക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക, എനിക്ക് വേറെ ആരുമില്ല, അമ്മ എൻ്റെ കൂടെ വരണം, എൻ്റെ അച്ഛനാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനാവണു, മെത്രാനാവണു. മാർപ്പാപ്പ ആവണ സമയത്ത് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ ജപമാല ചൊല്ലുക ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. എന്നിട്ട് പറയുക, എൻ്റെ അമ്മേ, നിൻ്റെ മകൻ്റെ അതേ ദൗത്യം ഞാൻ ഏറ്റെടുക്കാൻ പോവാ. ഒരു സഭയെ നയിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല, പക്ഷെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ പ്രഭാതത്തിൽ അമ്മയോട് പറഞ്ഞ് പരിശുദ്ധ മറിയത്തിൻ്റെ സുഗന്ധവാഹിനിയായ പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കിയിട്ടാണ് പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ തലവനായിട്ട് അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരനായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം അന്നും അദ്ദേഹം പറയുന്ന വാചകം എങ്ങനെയാണ്, ടോട്ടൂസ് ടൂസ്. എങ്ങനെയാണ് വാക്കിൻ്റെ അർത്ഥം? ടോട്ടൂസ് ടൂസ് മീൻസ് പരിശുദ്ധ അമ്മയെ നിനക്ക് ഞാൻ എന്നെ സമർപ്പിക്കണം. അമ്മയോട് പറഞ്ഞ് ആരംഭിച്ച സമയം തൊട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതം കൃപയുള്ളതായിട്ട് തീരുക. ഏത് മേഖലയിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇടപെടാത്തത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 200-ലധികം രാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കുക, ആ രാഷ്ട്രങ്ങളിലുള്ളവരുടെയൊക്കെ എല്ലാവരുടെയും ഹൃദയത്തെ കീഴടക്കുന്ന മനുഷ്യനായിട്ട് തീരുക. ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത്രയും ഒരു എനർജറ്റിക്കായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? ഇത്രയും വേദനയുടെ സമയത്തും അല്ലെങ്കിൽ ഇത്രയും പ്രായത്തിൻ്റെ ഒരു സമയത്തും എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരൊറ്റ കുറുക്ക് വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയണത് ഇങ്ങനെയാണ്, എന്ന് ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. ആ മാർപ്പാപ്പയാണ് പിന്നീട് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, അമ്മയെ ക്ഷണിച്ചാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. ഒരുപക്ഷെ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുന്ന ദിവസമായിരിക്കും നിനക്ക്. മാതാപിതാക്കളില്ലാത്തതിൻ്റെ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടതിൻ്റെ, സൗഹൃദത്തിൻ്റെ ഊഷ്മളതയില്ലാത്തതിൻ്റെ പ്രഭാതമായിരിക്കും നിനക്കെന്ന്. പക്ഷെ ഇന്ന് നിനക്കൊരു സുഹൃത്തുണ്ട്,
പരിശുദ്ധ മറിയം എന്ന സുഹൃത്ത്, അവളെ കൂടെ വിളിക്കുക, അവളോടൊപ്പം ഇനി യാത്ര ചെയ്യാൻ തീരുമാനിക്കുക. അവൾ നിന്നോട് പറയും, അവളെ ക്ഷണിച്ച എല്ലാവർക്കും അവൾ സഹായികമായിട്ട് നിന്നിട്ടുണ്ട്. അമ്മയുടെ മാധ്യസ്ഥമുള്ള നല്ലൊരു ദിവസമായിട്ട് തീരാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണവും നമുക്ക് യാചിക്കാം. ആമേൻ.